ഹലോ. അപ്പം ഇന്ന് ഞാൻ സ്റ്റഡി വിത്ത് മീ സീരീസിൽ ഞാൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അട്രോഫിക് റൈനൈറ്റിസ് ആണ്. ഓക്കെ, അപ്പം ഈ അട്രോഫിക് റൈനൈറ്റിസിന് ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കുഹാസിലെ KUHS ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഡിസ്കസ് ചെയ്യാവേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതായത് ഒരു 30 ഇയർ ഓൾഡ് ആയിട്ടുള്ളൊരു ഫീമെയിൽ, ഞാൻ എഴുതട്ടെ, 30 ഇയർ ഓൾഡ് ആയിട്ടൊരു ഫീമെയിലെ പ്രസൻറ്റഡ് വിത്ത് ബൈലാറ്ററൽ നേസൽ ഒബ്സ്ട്രക്ഷൻ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണത്, ക്ഷമിക്കണം. ഓക്കെ, ബൈലാറ്ററൽ നേസൽ ഒബ്സ്ട്രക്ഷൻ, പിന്നെ അനോസ്മിയ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് സ്മെല്ലാണ്. ഓൺ എക്സാമിനേഷൻ ബൈലാറ്ററൽ നേസൽ ക്യാവിറ്റി ഈസ് വൈഡൻഡ്. ബൈലാറ്ററൽ നേസൽ ക്യാവിറ്റി വന്നിട്ട് വൈഡൻഡ്, നല്ല വലിയ നോസ്ട്രൽസ് ഒക്കെ, ഐ മീൻ ആ സ്പേസ് ഭയങ്കര വലുതായി. വൈഡൻഡ് വിത്ത് ഫൗൾ സ്മെല്ലിംഗ് ക്രസ്റ്റ്. Okay, what is the probable diagnosis? Enumerate the etiopathogenesis. What are the clinical features? And write a note on the management of the disease. ഇത്രയാണ് സംഭവം. അപ്പോൾ ഒരു 30 ഇയർ ഓൾഡ് ഫീമെയിൽ വന്നു, ബൈലാറ്ററൽ നേസൽ, രണ്ട് നേസും ഒബ്സ്ട്രക്ഷൻ ആണ്. പക്ഷെ കണ്ടോ, ഇവിടെ ബൈലാറ്ററൽ നേസൽ ക്യാവിറ്റി വൈഡൻഡും ആണ്, നേസൽ ഒബ്സ്ട്രക്ഷനും ആണ്, പിന്നെ അനോസ്മിയാണ്, ഫൗൾ സ്മെല്ലിംഗ് ക്രസ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ ഡയഗ്നോസിസ് വന്നിട്ട് അട്രോഫിക് റൈനൈറ്റിസ്
ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പം നമ്മൾ ആ ക്വസ്റ്റ്യനിലുള്ള കുറേ കാര്യമൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഒന്ന് ഭയങ്കര അവർ ഫൗൾ സ്മെല്ലിംഗ് ആണ്, പിന്നെ വൈഡൻഡ് നോസാണ്, നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് നോക്കാവേ. അപ്പം ഡിസീസ് കോമൺലി സീൻ ഇൻ ഫീമെയിൽസ് ആണ്. സ്റ്റാർട്ടഡ് അറൗണ്ട് പ്യൂബർട്ടിയാണ്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ എൻഡോക്രൈൻ ഒരു ബന്ധമുണ്ടെന്നും പിന്നെ മെനോപോസിന് ശേഷം ഡിസീസിൻ്റെ ഒക്കറൻസ് കുറവെന്നും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഫൗൾ സ്മെല്ല്. ഈ ഫൗൾ സ്മെല്ല് കാരണം തന്നെ പേഷ്യൻ്റ് ഒരു സോഷ്യൽ ഔട്ട് കേസ് എന്ന് പറയുന്നുണ്ട്. കാര്യം ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് മാറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. കാര്യം അത്രയും സ്മെല്ലായിരിക്കും. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ മേഴ്സിഫുൾ അനോസ്മിയ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് അത്രയും ഫൗൾ സ്മെല്ലാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് അറിയത്തില്ല. അപ്പം അയാൾക്ക് അനോസ്മിയ ആയിരിക്കും. അനോസ്മിയ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് സ്മെല്ലാണ്. കാര്യം എന്ന് വെച്ചാൽ ബിക്കോസ് ഞാൻ പറഞ്ഞു നമ്മുടെ ഡിസീസ് എന്താണ്? അട്രോഫി ആണ് അല്ലേ? അട്രോഫി ഡീജനറേഷൻ ആണ്. അപ്പം നെർവ്സിനും അട്രോഫി സംഭവിക്കും. അപ്പം സ്മെൽ ഡിറ്റക്ഷനും പോവും. ഓക്കെ, അതാണ് ഒന്നാമത്തെ സംഭവം, ഫൗൾ സ്മെൽ. രണ്ടെന്ന് പറയുന്നത് നേസൽ ഒബ്സ്ട്രക്ഷനാണ്. പക്ഷേ രസം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞാൽ ടർബിനേറ്റ്സ് എല്ലാം അട്രോഫി സംഭവിക്കുന്നു, ഡീജനറേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ടർബിനേറ്റ്സ് അട്രോഫി സംഭവിക്കുമ്പോൾ അത്രയും വൈഡൻ ആവത്തില്ലേ നേസൽ ചേമ്പേഴ്സ്? പക്ഷേ അത്രയും നേസൽ ചേമ്പേഴ്സ് വൈഡൻ ആയാലും നമുക്ക് നേസൽ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് തന്നെ പാരഡോക്സിക്കൽ നേസൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിക്കോസ് നമ്മുടെ ഈ സെൻസറി നെർവ്സ് ഉണ്ടല്ലോ, ഈ സെൻസറി നെർവ്സ് ദാറ്റ് ക്യാൻ ഡിക്റ്റേറ്റ് ദ എയർ ഫ്ലോ, അവർക്ക് പിന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് ഡിക്റ്റേറ്റ് ദ എയർ ഫ്ലോ, ദേ കനോട്ട് സെൻസ് ദ എയർ ഫ്ലോ. ബിക്കോസ് എന്താണ് ഈ നമ്മുടെ സെൻസറി നെർവ്സിന് ഡീജനറേഷൻ ചേഞ്ചസ് വന്നതുകൊണ്ട്. അടുത്ത് ക്രസ്റ്റ് ഫോം ചെയ്യുന്ന നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ ക്രസ്റ്റ് ഫോം ചെയ്യുന്ന ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പൊരിക്ക പോലത്തെ സംഭവങ്ങൾ, അതിന് നമ്മൾ റിമൂവ് ചെയ്യുമ്പം എപ്പിസ്റ്റാക്സിസും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫൗൾ സ്മെല്ലിങ്, പിന്നെ എന്താണ് ഫൗൾ സ്മെല്ലിങ് പറഞ്ഞു, നേസൽ ഒബ്സ്ട്രക്ഷൻ പറഞ്ഞു, പിന്നെന്താണ് എപ്പിസ്റ്റാക്സിസ് ഓഫ് ദ ക്രസ്റ്റ്. അടുത്തത് എക്സാമിനേഷൻ ഷോസ് എന്താണ്? നേസൽ ക്യാവിറ്റി ടു ബി ഗ്രീനിഷ് ഓർ ഗ്രേയിഷ് ബ്ലാക്ക് ഡ്രൈ ക്രസ്റ്റ് കവറിങ് ദ ടർബിനേറ്റ്സ് ആൻഡ് സെപ്റ്റം. അതായത് നമ്മൾ നോക്കുമല്ലോ, ഇതാണല്ലോ മൂക്കിൻ്റെ ഇവിടെ ഇതെന്താണ്? ഇത് നേസൽ, ഇത് മീഡിയൽ, ഇത് ലാറ്ററൽ വാള്. ഇവിടെ നമ്മുടെ ഈ നേസൽ സ്പേസ് അല്ലെങ്കിൽ നോസ്ട്രൽസ്, ഇതാണല്ലോ ഈ ഓട്ട, ഇപ്പുറത്ത് രണ്ടും സെപ്റ്റവും ഇപ്പുറത്ത് വാളും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം എന്തായിരിക്കും? ഇവിടെ മൊത്തം ഗ്രീനിഷ് അല്ലെങ്കിൽ ഗ്രേയിഷ് ബ്ലാക്ക് ക്രസ്റ്റ് ആയിരിക്കും, ഡ്രൈ ക്രസ്റ്റാണ്. ഈ ഡ്രൈ ക്രസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ എപ്പിസ്റ്റാക്സിസ്, അതായത് ഭയങ്കര ബ്ലീഡിങ്ങും ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ഈ ക്രസ്റ്റിനെ എല്ലാം റിമൂവ് ചെയ്ത്, ക്രസ്റ്റിനെ കൂടെ റിമൂവ് ചെയ്യുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത്രയും റൂമിയാവും. അത്രയും റൂമി എന്ന് പറഞ്ഞാൽ അത്ര സ്പേഷ്യസ് ആവും. എത്ര സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ പോസ്റ്റീരിയർ നേസോ ഫാരിങ്സ് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പേഷ്യസ് ആകും. ബിക്കോസ് ടർബിനറ്റ്സ് ആണെങ്കിലും ഇങ്ങനെ നമ്മൾ അത്രയും വലിയ ആ ടർബിനറ്റ്സ് അതെല്ലാം അട്രോഫി ആയി പോകുമല്ലോ. അങ്ങനെ ഈ ടർബിനറ്റ്സ് എല്ലാം നിയർ റിഡ്ജസ് പോലെ അത്രയും ചെറുതാവും. ഓക്കെ, പിന്നെന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റം ഉണ്ടല്ലോ, സെപ്റ്റം, നേസൽ സെപ്റ്റത്തിന് പെർഫറേഷൻസ് സംഭവിക്കാം, പിന്നെ വെസ്റ്റിബ്യൂളിന് ഡെർമറ്റൈറ്റിസ് സംഭവിക്കാം, ഇതൊക്കെ വരും. നോസ് മെഷോ, സാഡിൽ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുതിരയുടെ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുഴിവുണ്ടല്ലോ, ഒരു കുഴിവ്, ആ ഒരു സംഭവം, അതുപോലെ നമ്മുടെ മൂക്കിലൊരു കുഴിവ് വരും. അതാണ് സാഡിൽ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുമ്പം അട്രോഫിക് ചേഞ്ചസ് ഫാരഞ്ചൽ മ്യൂക്കോസിലോട്ട് വരും. അപ്പം അവിടെ അട്രോഫിക് ഫെരിഞ്ചൈറ്റിസ് വരും. അതുപോലെ തന്നെ ലാരിങ്സിൽ വരും, ഇപ്പം ലാരിഞ്ചൈറ്റിസ് എന്ന് പറയും. പിന്നെ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉണ്ടാവും, ബിക്കോസ് ഒബ്സ്ട്രക്ഷൻ ടു ദ യൂസ്റ്റേഷ്യൻ ട്യൂബ്, മിഡിൽ ഇയർ എഫ്യൂഷനൊക്കെ കാരണം ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉണ്ടാകും. പാരാനേസൽ സൈനസിനെ കുറിച്ച് പറയുമ്പം അത് ഭയങ്കര സ്മോൾ അണ്ടർ ഡെവലപ്ഡ് ആണ്. അപ്പം എന്ത് പറ്റും? എക്സ്റേയിൽ നോക്കുമ്പോൾ ഒപ്പേക്ക്. അപ്പോൾ ഇത്രയുമാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സ്പീഡിൽ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞാൽ എന്തൊക്കെ വരും? ഫൗൾ സ്മെല്ല് വരും, പിന്നെ എന്താണ് മാർക്ക്ഡ് അനോസ്മിയ, നേസൽ ഒബ്സ്ട്രക്ഷൻ ഇൻസ്പൈറ്റ് ഓഫ് എന്താണ് വൈറ്റ് നേസൽ ചേമ്പേഴ്സ്. എന്തുകൊണ്ട് അവർക്ക് നേസൽ ചേമ്പേഴ്സ്? ബിക്കോസ് ടർബിനേറ്റ്സ് എല്ലാം അട്രോഫൈഡ് ആവുന്നു. പിന്നെ എന്തുകൊണ്ട് നേസൽ ഒബ്സ്ട്രക്ഷൻ? ബിക്കോസ് സെൻസറി നെർവ്സിന് അത്രയും എയർ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് നെർവ്സും അട്രോഫൈഡ് ആവുന്നു. ക്രസ്റ്റ് നിറയെ, അതായത് ഈ പോയിന്റ് ക്രസ്റ്റ് ഗ്രീനിഷ് ഓർ ഗ്രേയിഷ് ബ്ലാക്ക് ഡ്രൈ ക്രസ്റ്റ് ആണ്. ക്രസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്താൽ അപ്പം എപ്പിസ്റ്റാക്സിസ് വരും. ആ ക്രസ്റ്റും കൂടെ റിമൂവ് ചെയ്താൽ ഭയങ്കര സ്പേഷ്യസ് ആയിരിക്കും. അപ്പം നമുക്ക് പോസ്റ്റീരിയർ വാൾ ഓഫ് നേസോഫെരിങ്സ് തന്നെ ഈസിലി കാണാൻ പറ്റും. പിന്നെ സെപ്റ്റൽ പെർഫറേഷൻ, വെസ്റ്റിബ്യൂളിൻ്റെ ഡെർമറ്റൈറ്റിസ്, സാഡിൽ ഡിഫോമിറ്റി ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ ഗൂഗിളിൽ പിക്ചർ നോക്കിയാൽ മതി. പിന്നെ ബാക്കി അടുത്തെന്ന് പറഞ്ഞാൽ ഈ അട്രോഫിക് ചേഞ്ചസ് ഫാരിങ്സിനെ ബാധിക്കുന്നു, ലാരിങ്സിനെ ബാധിക്കുന്നു, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കുന്നു, പാരാനേസൽ സൈനസിനെ ബാധിക്കുന്നു. അപ്പം ലാരിങ്സ് ലാരിഞ്ചൈറ്റിസ്, ഫാരിങ്സിനെ എങ്ങനെ ബാധിക്കുന്നു? അട്രോഫിക് ഫാരിഞ്ചൈറ്റിസ്,
ചെവിനെ എങ്ങനെ ബാധിക്കുന്നു? ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. പിന്നെ പാരാനേസൽ സൈനസ് ഭയങ്കര സ്മോൾ അണ്ടർ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? ഒപ്പിക് ഓൺ എക്സ്റേ. ഇനി പ്രോഗ്നോസിസ് നോക്കുമ്പോൾ ദ ഡിസീസ് പേഴ്സസ് ഫോർ ഇയേഴ്സ് ബട്ട് ദർ ഇസ് എ ടെൻഡൻസി ടു റിക്കവർ സ്പോണ്ടേനിയസ്ലി ഇൻ മിഡിൽ ഏജ്. അതായത് ലൈക്ക് കുറേ വർഷം നിൽക്കും, പക്ഷെ ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അത് മാറുകയും ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം.